നമസ്കാരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന ഇഡി റെയ്ഡിന് പിന്നാലെ കേന്ദ്ര ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായ സിപിഎം ക്രിമിനലുകൾക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി കേരള പോലീസിലെ ചില ഉദ്യോഗസ്ഥർ തന്നെ ഒത്തുകളിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ സർക്കാർ വന്നിട്ടും പോലീസിലെ കമ്മ്യൂണിസ്റ്റ് അസോസിയേഷൻ നേതാക്കളും മുൻ പിണറായി സർക്കാർ ഇഷ്ടപ്രകാരം തിരികെ കയറ്റിയ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരും ഇപ്പോഴും പഴയ പാർട്ടിക്കൂറ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കേസിൽ ആദ്യം അറസ്റ്റിലായ 5 സിപിഎം പ്രതികളുടെ റിമാൻഡ് നടപടികളിലാണ് പോലീസ് മനഃപൂർവ്വം അതിഗുരുതരമായ വീഴ്ച വരുത്തിയിരിക്കുന്നത്. അറസ്റ്റ് വിവരം ബന്ധുക്കളെ അറിയിക്കുന്ന BNS 48 വകുപ്പ് പ്രകാരമുള്ള പുതിയ ഫോർമാറ്റ് നോട്ടീസ് ഹാജരാക്കുന്നതിന് പകരം പോലീസ് മനഃപൂർവ്വം പഴയ ഫോർമാറ്റിലുള്ള നോട്ടീസാണ് കോടതിയിൽ വെച്ചത്. പ്രതിഭാഗം വക്കീലിന് ജാമ്യം ചോദിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ പഴുതൊരുക്കി കൊടുത്ത ഈ ഒരു നാണംകെട്ട ഒത്തുകളിയാണ് ഇപ്പോൾ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കൃത്യമായി പൊളിച്ചടുക്കിയത്. ഈ ഒരു ഒത്തുകളി എത്രത്തോളം ആസൂത്രിതമാണെന്ന് നോക്കണം. കോടതി ഈ ഒരു പിഴവ് ചൂണ്ടിക്കാണിക്കുകയും 24 മണിക്കൂറിനുള്ളിൽ ശരിയായ പുതിയ ഫോർമാറ്റിലുള്ള നോട്ടീസ് ഹാജരാക്കാൻ ഉത്തരവിടുകയും ചെയ്തു. എന്നാൽ കോടതി ഉത്തരവിട്ട് വെറും 3 മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസ് ശരിയായ നോട്ടീസ് കോടതിയിൽ എത്തിക്കുകയും ചെയ്തു. ഇതിൽ നിന്നാണ് പോലീസിന്റെ ഇരട്ടത്താപ്പ് പകൽ പോലെ വ്യക്തമാകുന്നത്. പ്രതികൾക്ക് അനുകൂലമായി കോടതി വിധി എഴുതിയാൽ ഉപയോഗിക്കാൻ പഴയ നോട്ടീസും കോടതി അഥവാ പിടിക്കുകയാണെങ്കിൽ സമർപ്പിക്കാൻ പുതിയ നോട്ടീസും ഒരേ സമയം പോലീസ് മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരുന്നുവെന്ന അതിഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. കേസ് ദുർബലമാണെന്നും ഇഡി എടുത്ത കേസ് വെറും പുല്ല് പോലെ തള്ളിക്കളയാൻ പറ്റുമെന്നും സ്വന്തം രാഷ്ട്രീയ അണികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി CPM നേതൃത്വവും പോലീസിലെ പിണറായി അനുഭാവികളും ചേർന്ന് നടത്തിയ തിരക്കഥയായിരുന്നു ഇത്. പ്രതിഭാഗം വക്കീൽ കോടതി വിധി പ്രകാരം അറസ്റ്റ് നടപടികളിൽ വീഴ്ചയുണ്ടാകുന്നത് കൊണ്ട് തന്നെ ജാമ്യം വേണമെന്ന് വാദിച്ചെങ്കിലും കോടതി പോലീസിന്റെ ഈ നാടകത്തെയും പ്രതികളുടെ വാദത്തെയും തള്ളിക്കളഞ്ഞ് പ്രതികൾക്ക് ജാമ്യം നിഷേധിക്കുകയാണ് ഉണ്ടായത്. കേരള പോലീസിലെ പിണറായി ഭക്തരുടെ ഈ ഒരു ഒത്തുകളി കണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മിണ്ടാതിരിക്കാനൊന്നും പോകുന്നില്ല. നിലവിൽ രൂപീകരിച്ചിരിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലപ്പത്ത് ഇപ്പോഴും മ്യൂസിയം SHO തുടരുന്നതുകൊണ്ട് തന്നെ ഇഡിക്ക് കടുത്ത വിയോജിപ്പുണ്ട്. താഴെത്തട്ടിലുള്ള കമ്മ്യൂണിസ്റ്റ് പോലീസുകാർ കേസ് അട്ടിമറിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ DYSP തലത്തിലുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഈ വധശ്രമ കേസ് അന്വേഷിക്കണമെന്നാണ് ഇഡിയുടെ കർശനമായ ആവശ്യം. ഇതിന്റെ ഭാഗമായി ഇഡി ഉദ്യോഗസ്ഥർ നേരിട്ട് വഞ്ചിയൂർ കോടതിയിലെത്തി കേസിന്റെ വിശദാംശങ്ങളും രേഖകളും ഇതിനോടകം തന്നെ ശേഖരിച്ചു കഴിഞ്ഞു. പ്രതികൾ ഇനി ജാമ്യത്തിനായി ജില്ലാ കോടതിയെ സമീപിക്കുകയാണെങ്കിൽ കേസിൽ ഇഡി നേരിട്ട് കക്ഷി ചേരാനാണ് ലക്ഷ്യമിടുന്നത്. നിലവിൽ ഈ വധശ്രമവുമായി ബന്ധപ്പെട്ട് CPMന്റെ ഒളിവിലുള്ള മറ്റു 10 പ്രതികളെ കൂടി അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഇഡി ശക്തമായി രംഗത്തുണ്ട്. ഭരണമാറ്റമുണ്ടായിട്ടും പോലീസിലെ ഈ ഒത്തുകളി തുടരുന്നത് പുതിയ UDF സർക്കാരിന്റെയും മുഖ്യമന്ത്രി VD സതീശന്റെയും പ്രതിച്ഛായയാണ് ബാധിക്കുന്നത്. പിണറായി വിജയന്റെ ഭരണകാലത്ത് ക്രമസമാധാന ചുമതലയിൽ ഇരുന്ന് സകല കള്ളക്കളികൾക്കും കുടപിടിച്ച ADGP MR അജിത് കുമാർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും പോലീസിനുള്ളിൽ കമ്മ്യൂണിസ്റ്റ് സെല്ലുണ്ടാക്കി പ്രവർത്തിക്കുന്ന ഗുണ്ടാനുഭാവികളെയും അടിയന്തരമായി ആഭ്യന്തര വകുപ്പിൽ നിന്നും പൂത്തെറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇവരെ പോലെയുള്ള പുഴുക്കുത്തുകളെ പോലീസിൽ നിന്നും മാറ്റിയാൽ മാത്രമേ സംസ്ഥാനത്ത് നിഷ്പക്ഷമായ ഒരു അന്വേഷണം സാധ്യമാവുകയുള്ളൂ. കേന്ദ്ര ഏജൻസിയെ തല്ലിയോടിക്കാൻ നോക്കിയ ഗുണ്ടകളെ സംരക്ഷിക്കാൻ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് പേപ്പർ നാടകം കളിക്കുന്ന ഇവിടുത്തെ പോലീസുകാരെ ജനങ്ങൾ വരും നാളുകളിൽ കൈകാര്യം ചെയ്യും. വഞ്ചിയൂർ കോടതിയിൽ ഇഡി നേരിട്ട് കക്ഷി ചേരുന്നതോടെ കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകളുടെയും അവരെ താങ്ങുന്ന പോലീസുകാരുടെയും നെഞ്ചെടുപ്പിന് കൂടും. നിയമവാഴ്ച തിരിച്ചുപിടിക്കുന്ന നാളുകളാണ് ഇനി വരുന്നത്. ഇഡി ഉദ്യോഗസ്ഥരെ വധിക്കാൻ നോക്കിയ CPM ക്രിമിനലുകൾക്ക് ജാമ്യം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ ഇരട്ട നോട്ടീസുകൾ തയ്യാറാക്കി വെച്ച് ഒത്തുകളിച്ച പോലീസുകാരുടെ അതിബുദ്ധി കൊണ്ട് ഇപ്പോൾ കേരള പോലീസ് ഒന്നടങ്കം കോടതിയിൽ നാണം കെട്ടിരിക്കുകയാണ്. ഭരണം മാറിയിട്ടും പോലീസിലെ പിണറായി ഭക്തന്മാരുടെ കമ്മ്യൂണിസ്റ്റ് അസോസിയേഷൻ കൂറു മാറിയിട്ടില്ല എന്നതിന്റെ തെളിവാണ് BNS 48 നോട്ടീസിലെ ഈ ബോധപൂർവമായ വീഴ്ച. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടിയന്തരമായി ഇടപെട്ട് MR അജിത് കുമാർ അടക്കമുള്ള പിണറായിയുടെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെയും സ്പെഷ്യൽ ബ്രാഞ്ചിലെ അവിശുദ്ധ കൂട്ടുകെട്ടുകളെയും അടിച്ചു പുറത്താക്കണം. വഞ്ചിയൂർ കോടതിയിൽ ഇഡി നേരിട്ട് കക്ഷി ചേരുന്നതോടെ കേസ് ഒതുക്കാൻ നോക്കിയ പോലീസുകാരും അക്രമം നടത്തിയ പ്രതികളും ഇനി കുരുക്കിലാവും.